BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ശബരിമല ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം മാത്രമല്ല, ശ്രീകോവിലിലെ കട്ടിളയ്ക്ക് മുകളിൽ പതിപ്പിച്ച ശിവരൂപവും വ്യാളിരൂപവും അടങ്ങിയ പ്രഭാമണ്ഡലത്തിലെ പാളികളിലെ സ്വർണവും ഈ കാട്ടുകൊള്ളക്കാർ കട്ടുകൊണ്ടുപോയിരിക്കുന്നു എന്നാണ് SITയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് നമ്മൾ വിചാരിച്ചതിലും അപ്പുറമാണ് ഈ കൊള്ളയുടെ വ്യാപ്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തുടക്കം മുതലേ നമ്മളെല്ലാം സംശയിച്ചിരുന്ന ഒരു കാര്യം, ഇതൊരു തുടർക്കഥയായി 2-3 അതായത് കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ മാറി മാറി വന്ന മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും എല്ലാം പങ്കാളിയായി അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കൊള്ള അവിടെ നടക്കില്ല. ഇതിന്റെ അന്വേഷണം തീർച്ചയായിട്ടും ഇത് സംഘടിതമാണ്. അത് 2018-ലും 19-ലും ശബരിമലയുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങളെ നമുക്കറിയാം. അത് പരാജയപ്പെട്ടപ്പോൾ ശബരിമലയെ അപ്പാടെ ഇല്ലാതാക്കാനുള്ള വളരെ നിഗൂഢമായ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. ആ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഗൂഢാലോചനയുടെ തലവൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. SITക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ, SITക്ക് ധൈര്യമുണ്ടെങ്കിൽ ആദ്യം അവർ ഈ സ്വർണം അന്വേഷിച്ച് പോകേണ്ടത് ക്ലിഫ് ഹൗസിലാണ്. ആ ക്ലിഫ് ഹൗസിലും മന്ത്രി റിയാസിന്റെ വീട്ടിലും ഇത് സംബന്ധിച്ച് റെയ്ഡ് നടത്താൻ SIT തയ്യാറായാൽ ഇവിടെ നിന്നും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഒരു അംശമെങ്കിലും അവിടെ നിന്നും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ ചോദ്യം ആരും അറിയാതെ രഹസ്യമായി ചോദ്യം ചെയ്തു. അപ്പോ SITയുടെ നിഷ്പക്ഷതയെ ഞാൻ ചോദ്യം ചെയ്യില്ല, കാരണം അതിന് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. കേരള പോലീസിന്റെ നിഷ്പക്ഷതയെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ പോലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങൾ ഈ SIT കേരളത്തിലെ CPM നേതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ സുഗമമായ നടത്തിപ്പിനെയും അതുപോലെ സുതാര്യതയും ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ SITയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ കീഴിൽ പണിയെടുക്കുന്നവരാണ്. അവർക്ക് ഒരിക്കലും മുഖ്യമന്ത്രിയിലേക്ക് ഈ അന്വേഷണത്തെ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ ഈ വിഷയത്തിൽ കൂടുതൽ ഉണ്ടാകണം. മാത്രമല്ല, ഇപ്പൊ പറഞ്ഞിട്ടുള്ള അധികമായി നടന്നിട്ടുള്ള കൊള്ളകൾ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് നടന്നത് എന്ന് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മന്ത്രി VN വാസവൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അവരുടെയൊക്കെ പങ്കുകളെക്കുറിച്ച് അന്വേഷിക്കാനുണ്ട്. ഇതൊരു മോഷണം മാത്രമല്ല, സംഘടിതമായി ശബരിമലയെയും ശബരിമലയുടെ വിശ്വാസങ്ങളെയും അയ്യപ്പൻ അയാളുള്ള ഭക്തിയെയും തകർക്കുവാനുള്ള നാസ്തികനായ പിണറായി വിജയന്റെ ഗൂഢാലോചനയും ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ ആദ്യമായി നമ്മൾ തന്നെയാണ്, ജനം TV തന്നെയാണ് ഈ വാർത്ത, ഈ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കവർന്നു എന്ന വാർത്ത പുറത്തുവിടുന്നത്. അത് നവംബർ 13-നാണ്. ഇതിന് തൊട്ട് മുൻപ് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. ഈ SITയെ കൈപ്പിടിയിൽ ഒതുക്കാൻ പിണറായി ശ്രമിക്കുന്നു. ഭരണാനുകൂല സംഘടനയായ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ SITയിൽ കുത്തിനിറയ്ക്കാനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ പുതിയതായി ചില ഉദ്യോഗസ്ഥരെ അതിനകത്തേക്ക് കയറ്റിവിട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ SITയെ ദുർബലമാക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ തുടക്കത്തിൽ പോലെ പറഞ്ഞല്ലോ, SITയിൽ നമുക്ക് ആകെയുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷേ എന്ത് നിരീക്ഷണത്തിലാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനകത്ത് പക്ഷപാതപരമായി പെരുമാറുകയോ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ നമുക്ക് ഈ അന്വേഷണം എവിടെയെങ്കിലും എത്തുമെന്ന് കരുതാൻ ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പക്ഷേ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു കാവലാണ് നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ സംഘടിതമായ ആസൂത്രിതമായ ശ്രമമാണ്. ഈ ശബരിമലയും വിശ്വാസങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ ഇത് കൊള്ളയപ്പെടുന്നത്. കാരണം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളായ ഒരുപറ്റം ആളുകൾ അവർക്ക് എങ്ങനെ ശബരിമലയോടും അയ്യപ്പനോടും ആ സന്നിധാനത്തോടും ശ്രീകോവിലോടും കൂറുണ്ടാവും? അതെ, അത് തന്നെയാണ് ഈ നിമിഷം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം എന്ത് അയ്യപ്പൻ, എന്ത് ഭക്തി, അവിടുത്തെ സ്വർണത്തിന് എന്ത് മൂല്യം, അതൊക്കെ അവരുടെ കണ്ണിൽ എന്താണ് എന്നുള്ളത് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്.